ഹായ് ഫ്രണ്ട്സ്, പത്രമാര് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷം കൂടിയാണ് കേട്ടോ. തമിഴിലെയും തെലുങ്കിലെയും പോലെ ഒന്നും അല്ലെങ്കിലും എന്തായാലും അബിയുടെ കള്ളത്തരങ്ങൾ നവ്യ അറിയുകയും നവ്യ അനന്തപുരിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നതും പിന്നെ അബിയോട് പകരം വീട്ടാനായിട്ട് അനന്തപുരിയിലോട്ട് തിരിച്ചു വരുന്നതും ഒക്കെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നവ്യയുടെ അഹങ്കാരം അതിര് കിടക്കുമ്പോൾ അവസാനം ക്ഷമ കെട്ടും മുത്തശ്ശനും ദേവയാനിയും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഈ സത്യങ്ങൾ പറയുന്നത്. അവർ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും നവ്യ അനഘയെ പോയി കാണുകയും വിവരങ്ങളെല്ലാം അറിയുകയും ഇവർ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെ അബിക്കിട്ട് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നവ്യ ആണെങ്കിൽ ഭയങ്കര അഹങ്കാര ഭാവത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. സ്വന്തമായിട്ട് വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും നവ്യയ്ക്ക് അഹങ്കാരം അങ്ങ് ഇരട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇത്രയധികം പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നവ്യയ്ക്ക്. അങ്ങനെ നവ്യയുടെ നടപ്പിലും എടുപ്പിലും വർത്തമാനത്തിലും എല്ലാം ഭയങ്കര അഹങ്കാരം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ദേവയാനിയും ചന്തുമോളും നയനൊക്കെ കൂട്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പുറത്തു പോയിട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ നവ്യ പരിസരത്തിലൊക്കെ അഭിനയിക്കാൻ പോയിട്ട് വന്നിട്ട് ഹോളിൽ കാലുമ്മേ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ഗെറ്റപ്പില്. ചന്തുമോക്കും നയനയ്ക്കും ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അവര്. ചന്തുമോക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ചന്തുമോളെ കളിപ്പിച്ചോണ്ട് തന്നെയാണ് കേട്ടോ അവർ കയറി വരുന്നത്. നവ്യാണെങ്കിലും അവർ കയറി വരുന്നൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവർ വരുന്ന കണ്ടിട്ടും നവ്യ ഒരു കൂസലുമില്ലാതെ അതേ ഇരിപ്പിൽ തന്നെ ഇരിക്കുകയാണ്. കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്ന നവ്യയെ കാണുമ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് നവ്യയോട്, ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ചേച്ചി എപ്പോഴാ വന്നേ? അല്ല ചേച്ചി ഈ സമയത്ത് ഇപ്പൊ ഇവിടെ കാണാറില്ലല്ലോ, എപ്പോഴും പുറത്തല്ലേ, ഇന്ന് പതിവില്ലാതെ ഇവിടെ കണ്ടോണ്ട് ചോദിച്ചാന്ന് തന്നെ പറയുക. അപ്പൊ വലിയ പുച്ഛത്തോടെ തന്നെ മറുപടി ഒന്നും പറയാതെ മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചിരിക്കുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് നയന വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി അനന്തപത്മനാഭൻ എവിടെ? അവനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നവ്യ ഉടനെ പറയുന്നുണ്ട്, എന്റെ മോൻ എവിടെയാണെങ്കിലും നിനക്ക് എന്താടി? നിന്റെ ഭർത്താവിന്റെ അവിഹിത സന്തതിയായ ഈ കൊച്ചിനെ കൂട്ടിയിട്ടല്ലേടി നീ ഈ നാട് മുഴുവൻ കറങ്ങി നടക്കുന്നത്? പിന്നെ നീ എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്തിനാടി അന്വേഷിക്കുന്നത്? അമ്മായിമ്മയും മരുമോളും കൂടി ഈ വലിഞ്ഞു കയറി വന്നവളെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയിരിക്കുകയല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാട്ടോ. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് പിന്നെയും ദേഷ്യം വരികയാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങള് മോക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാ, ഒരു ചെറിയ ഷോപ്പിംഗ് നടത്താൻ. ചന്തുമോളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാന്നൊക്കെ തന്നെ പറയുകയാണ്. നവ്യക്ക് നല്ല ദേഷ്യം വരിക. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഓഹോ ഇതിനെയും കൊണ്ട് കറങ്ങി നടക്കാൻ നിനക്ക് നേരമൊക്കെ ഉണ്ടല്ലേ? ഞാനേ ഇപ്പൊ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. എന്റെ കുഞ്ഞ് എന്തെടുക്കുക, അവൻ കഴിച്ചോ കുടിച്ചോ, അവൻ എങ്ങനെയുണ്ട് എന്ന് പോലും നീ ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോടി. എന്റെ ഭർത്താവിന് ഒരു വരുമാന മാർഗ്ഗമില്ല, ഉണ്ടായിരുന്ന ജോലിയും കൂടി പോയി കിട്ടി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കഷ്ടപ്പെടണമല്ലോ. ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നത്. എന്തായാലും എനിക്കും എൻ്റെ മോനും ആവശ്യമുള്ള പണമൊക്കെ ഞാൻ തന്നെ സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ തന്നെ അഹങ്കാരത്തോടു കൂടി തന്നെ വീണ്ടും പറയുകയാണ് നമ്മുടെ നവ്യ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കുന്നില്ല എന്ന്? നിന്റെ കുഞ്ഞിനെ നവ്യ മോള് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറൊക്കെ ഉണ്ട്, അതിനെ കൊഞ്ചിക്കാറുമുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, മോളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താ, അതുകൊണ്ട് മോളുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ നീ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും, പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നീ ജോലിക്ക് പോകുന്ന സമയത്ത് നിന്റെ കുഞ്ഞിനെ നോക്കിക്കോളാന്നൊന്നും നയനമോള് പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ കുഞ്ഞിനെ നോക്കാൻ നീ ഒരാൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, നിന്റെ അമ്മായിയമ്മയെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ജലജയല്ലേ നിന്റെ കുഞ്ഞിനെ നോക്കേണ്ടതെന്ന് തന്നെ ചോദിക്കുക. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിനോട് ആർക്കൊക്കെ സ്നേഹമുണ്ട് ഇല്ലെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എൻ്റെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതും എനിക്കറിയാം. ഈ വീട്ടിലെ വേർതിരിവ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞും ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ, അതിനെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ദേ ഇപ്പൊ ഇവളുടെ കാര്യം തന്നെ ഒന്ന് നോക്കി. ആദർശ് എന്ന് പറയുന്ന ആൾക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ കൊച്ചല്ലേ ഇത്? ഇതിനെ ഇപ്പൊ തലയെ വെച്ചോണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? എന്തോരം സാധനങ്ങൾ ഈ കൊച്ചിന് നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം നല്ല വില കൂടിയ സാധനങ്ങൾ തന്നെ. എന്റെ കുഞ്ഞിന് നിങ്ങൾ ആരെങ്കിലും ഒരു ഉടുപ്പെങ്കിലും മേടിച്ചുകൊണ്ട് തരുന്നുണ്ടോ? ഇവക്ക് ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ച സ്ഥിതിക്ക് ഈ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ ഒരു ഉടുപ്പോ നിങ്ങൾ മേടിച്ചോണ്ട് വന്നോ? ഇല്ലല്ലോ. എന്റെ കുഞ്ഞിന് കിട്ടേണ്ട പരിഗണന പോലും ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വീട്ടിൽ നല്ല വേറെ വ്യത്യാസം കാണിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഉടനെ നയന പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ചേച്ചി അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അനന്ത പത്മനാഭനെ അങ്ങനെ വേറെയായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞല്ലേ അവൻ, ഈ വീട്ടിലെ എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. അവനെ ആരും തള്ളി നിർത്തുന്നില്ല. ചേച്ചിയാണ് അവനെ ആരുടെയും കയ്യിൽ കൊടുക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ അവനെ ഇപ്പൊ പുറത്തു കൊണ്ടുപോകാൻ പറ്റിയ പ്രായമല്ലല്ലോ അവന്. അവനൊരു കുഞ്ഞല്ലേ, അവനും ഓടിക്കളിച്ച് നടക്കാറാകുമ്പോഴേക്കും അവനെയും കൊണ്ടും എല്ലാവരും പുറത്തു പോകും. ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ തന്നെ പറയുക. പിന്നെ ചന്തമോളുടെ കാര്യം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, അവളുടെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലല്ലേ ചേച്ചി. അപ്പോൾ പിന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കേണ്ടത്. മോക്ക് വിഷമം ആണ്ടാന്ന് കരുതിയിട്ടാ മോളെയും കൊണ്ട് ഞങ്ങൾ പോയതെന്നൊക്കെ തന്നെ പറയുകയാണ്. ഇതിനെയൊക്കെ കുറ്റപ്പെടുത്തി ചേച്ചി പറയാൻ തുടങ്ങിയ അത് വലിയ ബുദ്ധിമുട്ടാവും തന്നെ നയന പറയുകയാണ് കേട്ടോ.
അപ്പോൾ ഉടനെ ദേവയാനിയും പറയുന്നുണ്ട്, അത് പറയും നയനെ, ഇവൾ ഉറപ്പായിട്ടും പറയും. ഇവളുടെ സ്വഭാവം അടിമുടി മാറിയത് നീ കണ്ടില്ലേ? ഇപ്പൊ അവക്ക് കുറച്ച് അഹങ്കാരവും കൂടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതിന് അവളുടെ ഭർത്താവും അവളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ തന്നെ അവൾ കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ടില്ലേ? മൂർത്തിസ് ജ്വല്ലറിയെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടല്ലേ അവള് AN ജ്വല്ലറിയിലെ പരസ്യത്തിൽ അഭിനയിച്ചത്. അത് മാത്രമാണോ അവൾ ചെയ്യുന്നത്? അല്ലാതെ തന്നെ വേറെ എത്രയോ പരസ്യങ്ങൾ ഇവൾ അഭിനയിക്കാൻ പോയി. ഈ വീട്ടിലെ പെൺകുട്ടിയാണ് ഇത്തരത്തിലുള്ള പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയെന്നറിഞ്ഞാല് അത് എത്രത്തോളം നമുക്ക് നാണക്കേടുണ്ടാക്കും എന്നൊക്കെ ഉള്ളത് ഇവക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ ഇവൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ തന്നെ ചോദിക്കുക. അത് മാത്രമല്ല, അവളുടെയും അവളുടെ ഭർത്താവിന്റെയും അമ്മായിമ്മയുടെ ഒക്കെ മനസ്സിലെന്നുള്ളത് എനിക്കറിയാം. ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ തന്നെയാണ് ഇവര് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ജലജ അബിയും കൂടെ ഇവളെ എരിവ് കയറ്റി വിടുന്നതാ. അതുകൊണ്ടാ അവൾ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ പോകുന്നത്. അതൊന്നും നീ കാര്യമാക്കണ്ട മോളെ. ആദ്യത്തെ ഒരു ആവേശം മാത്രമേ കാണുകയുള്ളൂ. പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ തന്നെ ദേവയാനി ഒരു അർത്ഥം വെച്ച് തന്നെ പറയുകയാണ്. നയന ഉടനെ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ചേച്ചിയുടെ കുഞ്ഞിനും ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്, കളിപ്പാട്ടവും മേടിച്ചിട്ടുണ്ട്. ദേ ഈ കവറിലുള്ളത് അനന്തപത്മനാഭനുള്ള ഡ്രസ്സും കളിപ്പാട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവർ അങ്ങ് നീട്ടി കൊടുക്കുകയാണ് കേട്ടോ നവ്യയുടെ കയ്യിലേക്ക്. നവ്യ എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് തുറന്നു നോക്കിയിട്ട് അതിന്റെ പ്രൈസൊക്കെ നോക്കുകയാണ്. പ്രൈസ് ടാഗ് നോക്കിയിട്ട് നവ്യ ഒരു പുച്ഛഭാവത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, ഇതാണ് എന്റെ കുഞ്ഞിന് നിങ്ങൾ മേടിച്ച ഉടുപ്പും കളിപ്പാട്ടവും. ചന്തുമൊക്കെ നല്ല വില കൂടിയ സാധനങ്ങൾ മേടിച്ചിട്ട് എന്റെ കുഞ്ഞിന് ഇങ്ങനെ വില കുറച്ച സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നയനെ. ഉള്ളതിലും ഏറ്റവും വില കുറഞ്ഞ ഉടുപ്പ് തന്നെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന എന്തിനാന്നൊക്കെയുള്ളത് എനിക്കറിയാം. പേരിന് ഞാനിവിടെ ഒരു ബഹളം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഇങ്ങനെ ചെയ്തത്? ആരെ ബോധിപ്പിക്കാനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തന്നെ ദേഷ്യപ്പെട്ട് ചോദിക്കാട്ടോ നവ്യ. എന്തായാലും എന്റെ മോൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എന്റെ മോൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനേ എന്റെ കയ്യിൽ കാശുണ്ട്. ഞാൻ എന്റെ മോൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോളാം. ആരുടെയും ഔദാര്യം എനിക്ക് കൈപ്പറ്റാൻ എനിക്ക് മനസ്സിലാന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഈ മേടിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് നയനയുടെ കയ്യിലോട്ട് തന്നെ കൊടുക്കുകയാണ്. കാര്യം അബിക്ക് ഇവിടെ ഒരു ജോലിയൊക്കെ ഇല്ലായിരിക്കും. അവനിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം നീ നിന്റെ ഭർത്താവും ഒക്കെ കൂടിയിട്ടാണല്ലോ. അബിയെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പുറത്താക്കി. ഇനിയിപ്പോ ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്താലും നിങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലെന്നുള്ളത് അറിയാം. എന്റെയും അബിയുടെയൊക്കെ ആവശ്യങ്ങൾക്ക് കാശില്ലാതെ വരുമ്പം നിങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈ നോട്ടുമെന്ന് വിചാരിച്ചോ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കില്ല. എനിക്കും എന്റെ ഭർത്താവിനും എന്റെ കുഞ്ഞിനും വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനേ എനിക്കിപ്പോ നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ അധ്വാനിച്ച് തന്നെയാ പൈസ ഉണ്ടാക്കുന്നത്, അല്ലാതെ ചുമ്മാതൊന്നും അല്ല. ഞാൻ നല്ല രീതിക്ക് തന്നെ അധ്വാനിച്ച് തന്നെ പണം ഉണ്ടാക്കുകയും ചെയ്യും. അതിലിപ്പം ഈ വീട്ടിലെ ഏത് കൊലകൊമ്പം തടഞ്ഞാലും ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നും പറയുക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനിയിപ്പോ അബിയോ അബിയുടെ അമ്മയോ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. എനിക്ക് 10 കാശ് കയ്യിൽ കിട്ടുന്ന പണമില്ലാത്തവന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നൊക്കെ തന്നെ ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ചേച്ചി ജോലിക്ക് പോകുന്നതിനോ മോഡലിംഗ് ചെയ്യുന്നതിനോ ഇവിടെ ആരും തന്നെ ഒന്നും പറയുന്നില്ലല്ലോ ചേച്ചി. പക്ഷേ മോശപ്പെട്ട രീതിയിലുള്ള പരസ്യ ചിത്രങ്ങളിലൊന്നും അഭിനയിക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ചു വേണ്ട ചേച്ചി ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ. പോരാത്തതിന് നമ്മുടെ ശത്രുവശത്തുള്ള ജ്വല്ലറിയാണ് AN ജ്വല്ലറി. ആ ജ്വല്ലറിയിലെ പരസ്യത്തിൽ തന്നെ ചേച്ചി അഭിനയിക്കാൻ പോകണ്ടെന്നല്ലേ എല്ലാവരും പറഞ്ഞുള്ളൂ എന്ന് തന്നെ ചോദിക്കുകയാണ്. നമ്മുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവരാ അവര്. അവർക്ക് വേണ്ടിയിട്ട് ചേച്ചി പരസ്യത്തിൽ അഭിനയിക്കുമ്പം അവരവിടെ വിജയിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, പിന്നെ AN ജ്വല്ലറിക്കാരെ അവരെനിക്ക് കാശ് നന്നായിട്ട് വാരിക്കോരി തരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാ ഞാൻ അവിടെ ജോലി ചെയ്യുന്നതും. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ജ്വല്ലറിയാന്ന്. ഏത് വകയിലാണ് അത് നമ്മുടെ ജ്വല്ലറി ആകുന്നത്? എനിക്കോ അബിക്കോ അവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അബിയെ ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടും അതും കൂടെ നിങ്ങൾ പുറത്താക്കിയില്ലേ? പിന്നെ അവൻ ഒരു സ്റ്റാഫായിട്ടെങ്കിലും അവിടെ നിർത്താന്ന് വെച്ചു. അതിൽ നിന്ന് നിങ്ങളിപ്പോ പുറത്താക്കിയില്ലേ? പിന്നെ നിങ്ങള് നമ്മുടെ ജ്വല്ലറി എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ഭർത്താവിന്റെയും അനിയുടെയും ജ്വല്ലറി അങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ ഭർത്താവ് ഇപ്പൊ ഒന്നുമില്ലാത്തവനാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞാനിപ്പൊ അധ്വാനിക്കുന്നുണ്ട്, അത് മതി. കൂടുതൽ ഔദാര്യം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ തന്നെ തീർത്ത് പറയുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ചേച്ചി എടുത്തു ചാടി ചേച്ചി ഒരു തീരുമാനം എടുക്കരുത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവല്ലോ. ഇതുപോലെ തന്നെ പരസ്യത്തിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ ചേച്ചി അഭിനയിക്കാൻ പോയിട്ട് സംഭവിച്ച അബദ്ധങ്ങളൊക്കെ അറിയാവല്ലോ. അതൊക്കെ എനിക്ക് അറിയാവടി. അതിൽ നിന്നൊക്കെ ഇപ്പൊ എനിക്ക് ഒത്തിരി മാറ്റം സംഭവിച്ചു. അന്നത്തെ പോലെയല്ല ഇപ്പൊ ഞാൻ. ഇപ്പൊ എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായി. എല്ലാം വേണ്ട രീതിക്ക് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ, എന്റെ കുഞ്ഞിനെ നോക്കണ്ടേ? അങ്ങനെ തോറ്റു തുന്നാമ്പാടി കരഞ്ഞു മാറിയിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്കറിയാവുന്ന പണിയാണ് മോഡലിങ്. ഞാനത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. നീ വലിയ ഡിസൈനർ ആയല്ലോ, അതുപോലെ തന്നെ ഞാനും വലിയൊരു മോഡലാകും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോളാം. ഇനി അവിടെയും കൂടെ വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് കയറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് നയന ദേവയാനോട് പറയുന്നുണ്ട്,
അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട, ചേച്ചിയുടെ സ്വഭാവമല്ലോ. പണ്ട് മുതലേ ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടും ആദർശേട്ടനാണ് ഇവിടെ എല്ലാം ചെയ്തെന്നൊക്കെയുള്ളത് ചേച്ചിയുടെ വിചാരം. പിന്നെ ചേച്ചിയുടെ കുഞ്ഞിനോട് ചന്തമോളോട് കാണിക്കുന്ന അത്ര സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ ഓർത്തിട്ടാ ഒരു തരം അസൂയ കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതെന്നൊക്കെ തന്നെ പറയുക. ദേവാനി പറയുന്നുണ്ട്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല മോളെ. പക്ഷെ അവളുടെ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മോളെ. നമ്മുടെ ജ്വല്ലറിയുടെ എതിരാളികളാ AN ജ്വല്ലറിക്കാര്. അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇവള് പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതും പോട്ടെ, കുറച്ച് മാന്യമായ വസ്ത്രമെങ്കിലും ഇവക്ക് ധരിച്ചൂടെ? അത് നമ്മുടെ കുടുംബത്തിനും കൂടെ മാനക്കേടല്ലേ മോളെ? എത്ര പേരാ ഇത് ഫോണിലും ടിവിയിലും ഒക്കെ കാണുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇതൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അത് പറഞ്ഞത് ശരിയാ അമ്മേ. ചേച്ചി അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു. ചേച്ചിയുടെ ഈ പോക്ക് അത്ര നല്ലതായിട്ട് എനിക്കും തോന്നുന്നില്ല. വിവാഹത്തിന് മുമ്പ് ചേച്ചി ഇതുപോലെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനെന്നൊക്കെ പറഞ്ഞു പോയി. അന്ന് അപകടത്തിൽ പോയി പെടുകയും ചെയ്തു. അതുപോലൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് ഇതിലോട്ടൊക്കെ ഉന്തിത്തള്ളി വിടുന്നത് അബിയും കൂടിയാ. അവനോട് പറയാതെ എന്തായാലും ചേച്ചി ഒന്നിനും ഇറങ്ങി തിരിക്കില്ല. അവൻ കാരണമാ ചേച്ചി ഇത്രത്തോളം നമ്മളോട് ദേഷ്യം കാണിക്കുന്നതൊക്കെ തന്നെ പറഞ്ഞിട്ട് അവരകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ അനിയാണെങ്കിലും ആകെ വിഷമത്തിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കാരണം നവീന്റെ മനസ്സിലെ പെൺകുട്ടി നന്ദു ആണെന്ന് അറിഞ്ഞപ്പം മുതലേ അനി അങ്ങ് അപ്സെറ്റ് ആവുകയാണ് കേട്ടോ. ആരോടും ഇത് പറയാനും നിവർത്തിയില്ല. എന്നാൽ നന്ദുവിനെ കൈവിട്ട് കളയാനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെ അനി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നന്ദു പല പ്രാവശ്യം അനിയെ വിളിക്കുന്നൊക്കെ ഉണ്ട്, അവർ തമ്മിൽ കാണുന്നൊക്കെ ഉണ്ടെങ്കിലും അനി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അനിക്ക് എപ്പോഴും സങ്കടം തന്നെയാണ് കേട്ടോ. കാരണം നന്ദു ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പക്ഷേ അനാമികയുടെ കയ്യിൽ നിന്നും തന്റെ ജീവിതം തന്നെ രക്ഷിച്ചത് നവീനാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും നവീന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ കൺഫ്യൂഷനായിട്ട് നടക്കുകയാണ് അനിയും. അങ്ങനെ നമ്മുടെ ആദർശ് ദുബായിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അനിയെ വിളിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്താ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, ഇവിടെ കുഴപ്പമൊന്നും ഇല്ല ഏട്ടാ, കമ്പനിയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്, എല്ലാ ബ്രാഞ്ചിലും സെയിലൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ തന്നെ പറയുക. അപ്പൊ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ആ അബി പിന്നെ അങ്ങോട്ടേക്ക് വന്നിരുന്നോ? പിന്നെ അനി പറയുന്നുണ്ട് നവ്യയുടെ കാര്യങ്ങള്. നവ്യയുടെ ഇപ്പം പുതിയ പുതിയ പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അത് ഒരുപാട് വിഷമമാക്കുന്നുണ്ട്. നമ്മുടെ എതിരാളികളായ AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ തന്നെ പറയുക. അബിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നവ്യയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ആ അതെനിക്ക് അറിയാവിടാ, അവന്റെ സപ്പോർട്ട് ഇല്ലാതെ അവൾ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് കരുതി കൂട്ടി ഇറങ്ങിയതല്ലേ അവൻ. അപ്പൊ പിന്നെ അവളെ എരിവ് കയറ്റി വിടുന്നത് അവൻ തന്നെയാന്നൊക്കെ തന്നെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം നവ്യയുടെ അഭിനയിച്ച പരസ്യമൊക്കെ കണ്ടാൽ സഹിക്കുകയില്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അത്രത്തോളം മോശമായിട്ടൊക്കെയാണ് നവ്യേച്ചി ഇപ്പൊ അഭിനയിക്കുന്നത്. ഒരു പകരം വീട്ടൽ എന്ന പോലെ തന്നെയാണ് നവ്യേച്ചിയുടെ ഈ ഒരു രീതിയൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നീ നയനയുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ശത്രുക്കളാ നമുക്ക് ചുറ്റുമുള്ളവര്. അബിയും അപ്പച്ചിയൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. പ്രത്യേകിച്ച് ഞാനും കൂടി ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് അവരതിനൊക്കെ ഒന്ന് തുനിയുന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ അനിയും പറയുന്നുണ്ട്, ഏയ് അതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തിയുടെ കൂടെ എപ്പോഴും വല്യമ്മയും അമ്മയും ഉണ്ട്. ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല, ഏട്ടൻ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ളതും നമ്മുടെ എതിരാളികളായ ജ്വല്ലറിക്കാർ തന്നെയാണ്. അതുകൊണ്ട് അവിടെയും ശത്രുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. ചേട്ടനും ഒന്ന് സൂക്ഷിക്കണം. നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ കടന്നുകൂടാനാണ് അവർ ശ്രമിക്കുന്നത്. അറിഞ്ഞിടത്തോളം ഈ AN ജ്വല്ലറിക്കാരും അത്ര നിസ്സാരക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഏട്ടനൊന്ന് സൂക്ഷിക്കണമെന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇപ്പൊ മൊത്തത്തിലൊന്ന് താളം തെറ്റി കിടക്കുക. ഇനി ഇതെല്ലാം നേരെയാക്കി വരുമ്പോഴേക്കും 1 മാസമെങ്കിലും എടുക്കും. കുറച്ചു മുമ്പ് നയനെ വിളിച്ചപ്പോഴും 2 ആഴ്ച കൊണ്ട് തന്നെ എല്ലാം തീർത്ത് തിരിച്ചു വരണമെന്നാണ് അവള് പറയുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആദർശ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി കയറി വരികയാണ് കേട്ടോ. അന്നേരത്തേക്ക് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ കുട്ടി ഏതാ? അല്ല ഇതാരാ ഈ കയറി വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ദേവ്യാനും ചോദിക്കുന്നുണ്ട്, അല്ല ഏതാ കുട്ടി നീ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഉടനെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഇത് അബിയുടെ വീടല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ ഉടനെ തന്നെ ദേവ്യാനി പറയുന്നുണ്ട്, അതെ ഇത് അബിയുടെ വീടാണ്, എന്താ കുട്ടി കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അബിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിളിക്കുമ്പോൾ അവനിപ്പോൾ ഫോൺ എടുക്കാറില്ല. അവൻ എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടി എന്തിനാ ഇപ്പൊ അബിയെ കാണുന്നത്? കുട്ടിയും അബിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുക. ഈ വീട്ടിൽ കയറി വന്നിട്ട് ഈ ഇവിടുത്തെ പയ്യനെ കുറിച്ച് കുട്ടി എന്ത് അനാവശ്യമായി പറയുന്നതൊക്കെ തന്നെ ചോദിക്കുക. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട്, അത് പിന്നെ സാറേ എനിക്കറിയാം, നിങ്ങൾ അനന്തമൂർത്തിക്കാരല്ലേ, വലിയ തറവാട്ടുകാരെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനും അബിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെയുള്ളത് അവന് നന്നായിട്ട് അറിയാം. അവൻ ഒരു തനി ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എന്റെ കുറച്ച് കൂട്ടുകാരിൽ നിന്ന് ഞാൻ അവന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു.
പല പ്രാവശ്യവും അവന് ഞാൻ ഫോൺ വിളിച്ചു ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട്. എന്നിട്ട് അവൻ ഫോൺ എടുത്തില്ല. എന്നിട്ടും ഞാൻ അവൻ്റെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് കൂടുതലൊന്നും അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവനൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. ഇതാണ് അവൻ്റെ വീടെന്നും ഞാൻ കണ്ടുപിടിച്ച് വന്നതെന്നൊക്കെ തന്നെ പറയുകയാണ്. നിങ്ങൾ വലിയ കോടീശ്വരൊക്കെ ആണെന്നുള്ളത് എനിക്കറിയാം. ഈ വീട്ടിലുള്ള കൊച്ചുമക്കളൊക്കെ പണത്തിൻ്റെ ബലം കൊണ്ട് പലതും കാണിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ ഒരുത്തിയല്ല. എന്നെ അവൻ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞെ നീ പറയുന്നത്? അവൻ നിന്നെ എന്ത് ചെയ്തെന്നാ കുഞ്ഞി പറയുന്നതെന്നൊക്കെ തന്നെ ചോദിക്കുക കേട്ടോ. അവൻ എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു. അവന് ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊന്നും. അവൻ എന്നോട് ആദ്യമൊക്കെ നല്ല മാന്യമായ രീതിക്ക് തന്നെയാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തത്. ഞാൻ അവസാനം അവൻ്റെ ചതിയിൽ വീണ് പോയതാ. അവൻ്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്നെ വിവാഹം കഴിച്ചോളാന്ന് അവൻ എനിക്ക് ഉറപ്പ് നൽകി. അതുകൊണ്ട് തന്നെ അവനും ഞാനും തമ്മിൽ പല പ്രാവശ്യം കണ്ടുമുട്ടി. അവൻ എനിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ തന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് അവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാ. ദേ എൻ്റെ കൈ കിടക്കുന്ന ഈ മോതിരം കണ്ടോ? അങ്ങനെ ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചു. അവൻ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. അവസാനം അവൻ എന്നെ ചതിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കത്ത് പോലുമില്ല. അവരെന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പലയിടത്തും കണ്ടുമുട്ടി. ഇപ്പം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഞാൻ അവനെ അതൊന്ന് സൂചിപ്പിച്ചതാണ്. അതിൽ പിന്നെ അവൻ ഫോൺ എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ്റെ കല്യാണം കഴിഞ്ഞെന്നും അവനിപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെയുള്ള കാര്യം. അവസാനം നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ തന്നെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുകയാണ് കേട്ടോ. അങ്ങനെ വൈകാതെ തന്നെ നവ്യ ഇതൊക്കെ അറിയുന്നുണ്ട്. നവ്യ ഇത് അറിയുമ്പോൾ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. നവ്യ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ കുട്ടിയോട് ചൂടാകുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? അബിയും നീയും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാണ് നീ പറയുന്നത്? ദേ എൻ്റെ അബിയെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കത്തില്ല. ഇച്ചിരി പണമൊക്കെ ഉള്ള വീട്ടിലെ ആളെന്ന് അറിഞ്ഞപ്പോഴേക്കുവേ നീയൊക്കെ നിന്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയല്ലേ? അവൻ കാരണം നീ പിഴച്ചു പോയെന്നും പറഞ്ഞ് ഇല്ലാ കഥ ഉണ്ടാക്കിക്കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരുവാണോടി എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആകെ അനന്തപുരിയിൽ വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. എനിക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭർത്താവാണ് എന്നെ ചതിച്ചത്. അവൻ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ ഇട്ടു തന്ന മോതിരവായത്. അവന്റെ പല പ്രലോഭനങ്ങളിലും ഞാൻ വീണു പോയതാ. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഈ വിവരം അറിയിക്കാനായിട്ട് ഞാൻ അവനെ ഒരുപാട് തവണ വിളിച്ചതാ. എന്നിട്ടും അവൻ ഫോൺ എടുക്കാതെ ആയപ്പോഴാണ് ഞാൻ നേരിട്ട് വന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടേ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുള്ളൂ. നിങ്ങളുടെ ഭർത്താവിനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് ചോദിക്കേ എന്നെ അറിയാവോന്ന്. അപ്പൊ അവൻ പറയുമല്ലോ. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ ആ പെൺകുട്ടി പറയുകയാണ്. അപ്പൊ ഉടനെ നവ്യ പറയുന്നുണ്ട്, നീ പറയുന്നൊക്കെ കേട്ട് വിശ്വസിക്കാനേ ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല. വീട്ടിൽ കയറി വന്ന അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ ഉടനെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിനെ വിളിക്കുക. എനിക്കും അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ വഴിവിട്ട ബന്ധമൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങളുടെ ഭർത്താവാണെന്ന് തെളിയിക്കാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട. അയാളാണ് എന്നെ തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അത് ഓരോന്നിട്ട് ഞാൻ നിർത്തിക്കോളാം. എന്തായാലും ഈ വിവരം പുറത്തറിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കും എന്നുള്ളതൊക്കെ നിങ്ങളും ഒന്ന് ഓർക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ ആൾ കൊള്ളാമല്ലോ. അപ്പൊ നീ വില പേശാനായിട്ട് വന്നതാണോടി? സത്യം പറയടി, നിന്നെ ആരടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടടി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുക. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അബിയെ കൊടുക്കാനായിട്ട് പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അവനെ ജയിലിലേക്ക് വരെ പറഞ്ഞു വിട്ടവരാ ഈ വീട്ടിലുള്ളവര്. എന്നിട്ടും അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴേക്കുവേ ഇപ്പൊ അവനെ പൂർണ്ണമായിട്ടും ഈ അനന്തപുരി ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആരോ ചെയ്യുന്ന ചതി തന്നെ ഇതെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. സത്യം പറഞ്ഞോടി, ആര് പറഞ്ഞിട്ടാണ് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഈ കഥയുമായിട്ട് വന്നതെന്നൊക്കെ തന്നെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ, ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞത്. ആരും എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതൊന്നുമല്ല. ഞാനൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടി തന്നെയാ. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് കാരണമാണ് ഞാൻ ഇപ്പൊ ഗർഭിണിയായിരിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവാണ് എന്റെ പിന്നാലെ നടന്ന് എന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്നത്. ഇതുപോലെ ഒരു ചതിയെ തിരിച്ചറിയാതെ പോയില്ലെന്നോർത്ത് ഞാനിപ്പോൾ വിഷമിക്കുന്നതെന്നൊക്കെ തന്നെ പറയുക. അന്നേരം നമ്മുടെ നവ്യ അവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തവ്യാനിയും മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് നവ്യനെ വിളിച്ച് പുറകോട്ട് മാറ്റുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ട് ജലജ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യനെ എല്ലാവരും കൂടെ പിടിച്ച് മാറ്റുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇവളെ പേരും കള്ളിയാ. എനിക്കറിയാം ഇവളെ മനഃപൂർവ്വം ആരും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് തന്നെയാ, വീണ്ടും എൻ്റെ അബിയെ കുറ്റക്കാരനാക്കാനായിട്ട്. സത്യം പറയടി, ആരടി നിന്റെ പിന്നിലുള്ളതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെന്ന് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ തെളിവുണ്ട്. ഞാൻ മര്യാദയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഓർത്താ വന്നത്. ഇനിയിപ്പം മര്യാദയുടെ ഭാഷയിൽ പോയിട്ട് കാര്യമില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഭർത്താവിനെ കൊടുക്കാൻ എനിക്കറിയാന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, നവ്യ നീ ഒന്ന് അടങ്ങ്. അഭി ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കാതെയാണ് നീ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊന്നും മിണ്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ തന്നെ പറയുകയാണ്.
അപ്പോൾ ഉടനെ തന്നെ നവ്യ ദേവയാനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അബി എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ അബിയുടെ കാര്യത്തിലെ ആരും കൂടുതൽ ഇടപെടുവൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ അബിയെ. അബി ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇവള് വെറുതെ അബിയെ കുറ്റം പറഞ്ഞോണ്ട് വന്നേക്കുന്നതാണ്. ആരോ അബിയെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞു വിടുന്നതാ. അല്ലെങ്കിൽ അവനെതിരെ മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടോന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. എനിക്കറിയാം അബിയോട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ ഉള്ളത് ഈ വീട്ടിലുള്ള എല്ലാവരും അബിയെ ഏത് കണ്ടുകൊണ്ടാ കാണുന്നതെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദർശ് എന്ന് പറയുന്ന ആൾക്ക് അഭേദത്തിലുണ്ടായ കൊച്ചല്ലേ ചന്തുമോള്. അവസാനം നിവർത്തിയില്ലാതെ അതിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ നിങ്ങള്? ഇതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് പണം കൊടുത്ത് അവളെയും സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് അബിയുടെ കുഞ്ഞാന്ന് ഇവിടെ വന്ന് പറയണമെന്നൊക്കെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അബിയെ എല്ലാവരും കൂടെ ചതിക്കുകയാണല്ലോ. അബിയുടെ കുഞ്ഞാന്നും പറഞ്ഞ് അവന്റെ പേരിൽ ഇതും കൂടെ കെട്ടിവെക്കാനല്ലേ നിങ്ങളെല്ലാരും കൂടെ നോക്കുന്നത്. എന്തായാലും ഞാൻ അതിനെ സമ്മതിക്കുകയല്ല. ഇവളൊരു നുണച്ച് തന്നെയാ. ഇവള് പറയുന്നൊക്കെ കള്ളം തന്നെയാ. സത്യം പറയടി, നിന്നെ ആരാടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? സത്യം പറയാതെ നീ എന്തായാലും ഇവിടുന്ന് പില്ലടി എന്നൊക്കെ തന്നെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അപ്പോഴേക്കും ദേവയാനി നവ്യനെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, മിണ്ടരുത് നീ ഇനി. നിന്റെ മകൻ നിന്നെ ഒരക്ഷരം പോലും പുറത്തു വരരുത്. അബിയുടെ കുഞ്ഞ് തന്നെയായിരിക്കും ഇത്. അവൻ ഇങ്ങനെയുള്ള പണി നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ കാര്യങ്ങൾ അറിയാതെ അവളുടെ നേരെ മെക്കെട്ട് കയറാൻ നിൽക്കണ്ട. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഇല്ല, ഇത് അബിയുടെ കുഞ്ഞല്ല, ഇത് ആദർശേട്ടന്റെ കുഞ്ഞ് തന്നെയായിരിക്കും. അയാൾ എല്ലാം കഴിഞ്ഞ് ദുബായിൽ പോയി നിൽക്കുകയല്ലേ ഇപ്പം. അയാളെ തന്നെ വിളിച്ച് ചോദിക്കുക ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്നുള്ള കാര്യങ്ങള്. ഇനിയിപ്പോ എന്നെ അബിയും കൂടെ തെറ്റിക്കാനായിട്ട് നിങ്ങൾ ഓരോരോ പുതിയ കഥ മെനഞ്ഞോണ്ട് വരുമെന്നൊക്കെ ഉള്ളത് എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എന്റെ അബിയുടെ നിലയിലോട്ട് ഇത് കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നവ്യ. ആരാ ഇവളെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു നുണക്കഥയുമായിട്ട് ആരാ ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്നൊക്കെയുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എന്തായാലും ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അപ്പോഴേക്കും മുത്തശ്ശന് ദേഷ്യം എന്നിട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നിർത്തിക്കോ. എന്നിട്ട് മുത്തശ്ശൻ നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ ഇനി ആ കുട്ടിയെ നീ കുറ്റം പറയണ്ട. അബി ചെയ്തു കൂട്ടിയ തെറ്റിന്റെ ഫലമായി ഇതൊക്കെ. ആബി അത്ര നല്ലവനൊന്നും അല്ല. അവൻ ഏതെല്ലാം തരത്തില് ചതികൾ ചെയ്തു എന്നൊക്കെയുള്ളത് നിനക്കറിയില്ലായിരിക്കും. അവൻ കാരണം ഒരുപാട് പേർക്ക് വിഷമങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതൊക്കെ വിവാഹത്തിന് മുമ്പ്. എന്നാ ഇപ്പൊ അവൻ അങ്ങനെയല്ല. ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചേ പിന്നെ അവനിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അവൻ ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ തെളിയിക്കാൻ നിന്റെ കയ്യിൽ എന്ത് തെളിവാ നവ്യ ഉള്ളത്? അവന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ നീ ഞെട്ടിപ്പോകുന്ന തന്നെ പറയുക കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്ത് ഞെട്ടാനാ? നിങ്ങളുടെ സ്വന്തം കൊച്ചുമോനായ ആദർശ് എന്ന് പറയുന്ന ആൾക്ക് അപകടത്തിലുണ്ടായ കൊച്ചു ഇവിടെ ഇല്ലേ? അതുപോലെ തന്നെ ഇതും അയാളുടെ കൊച്ചു തന്നെ ആയിരിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും അയാളെ തന്നെ വിളിച്ച് ചോദിക്കേ, ഈ കുഞ്ഞിന്റെ അച്ഛൻ അയാളാണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അയാളുടെ സ്ഥിരം പരിപാടിയല്ലേ ഇതെന്നൊക്കെ തന്നെ ഇങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞു നവ്യ. അപ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ദേവയാനി ഉടനെ തന്നെ നവ്യയുടെ മുഖത്തിനിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടി നിന്റെ അഹങ്കാരം. എന്റെ മോൻ അങ്ങനെയുള്ള ഒരാളല്ല. നിന്റെ ഭർത്താവിന് മാത്രമേ ഈ വീട്ടിൽ അങ്ങനെ ഒരു സ്വഭാവമേ ഉള്ളൂ. നിന്റെ ഭർത്താവ് ആബി തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്നത്. ആദർശിന്റെ കുറ്റം പറയാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല. നീ എന്താണ് വിചാരിച്ചത്? ചന്തുമോൾ ആദർശിന്റെ കുഞ്ഞാണെന്നാണോ നീ വിചാരിച്ചത്? ചന്തുമോള് നിന്റെ അബിയുടെ കുഞ്ഞാ. ഈ സത്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ള മിക്കവർക്കും അറിയാവടി. നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ അവരിങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. ആദർശ് നയനയും കൂടെ ഇങ്ങനൊരു ത്യാഗം ചെയ്തുകൊണ്ടാ നീ ഇപ്പൊ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ. അതിനുള്ള എല്ലാ തെളിവുകളും ആദർശിന്റെയും നയനയുടെയും കയ്യിലുണ്ട്. DNA ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് പോലും അവരുടെ കയ്യിലുണ്ടെന്നൊക്കെ തന്നെ പറയുക. അപ്പൊ മുത്തശ്ശനും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നവ്യയോട് പറയുന്നുണ്ട്, അതെ, അബിയാണ് ഇതിനെല്ലാത്തിനും കാരണം. കുടുംബം മുടിപ്പിക്കാനായിട്ട് ഒരുത്തൻ ഇവിടെയുണ്ട്. അവന്റെ ചെയ്തികളായി ഇതെല്ലാം. അവൻ ഒറ്റൊരാൾ കാരണമായി ഈ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മിക്കവാറും അവൻ തന്നെയായിരിക്കും ഈ കുട്ടിയെ പഴപ്പിച്ചത്. അവന്റെ കുഞ്ഞു തന്നെയായിരിക്കും ഇവളുടെ വയറ്റിലുള്ളതെന്നൊക്കെ തന്നെ പറയുകയാണ്. എന്റെ ആദർശമോൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വീട്ടിലെ അസുര സന്തതിയായ അബി തന്നെയാണ് ഇതിന്റെ ഒക്കെ പിന്നില്. ചന്തുമോളുടെ അച്ഛൻ അബിയാണ്. അനഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചതും അവൻ തന്നെയാണ്. ആ പെൺകുട്ടിയിൽ അവനുണ്ടായ കുഞ്ഞായത്. എന്നിട്ട് ഈ സത്യം പുറത്താരും അറിയാതിരിക്കാനായിട്ട് അവനാണ് അനഘയെ കൊല്ലാൻ ശ്രമിച്ചത്. ആദ്യം നീ നിന്റെ ഭർത്താവിനോട് തന്നെ പോയി ചോദിക്കുക. അപ്പോഴറിയാം സത്യം എന്താണെന്നൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പൊ നവ്യ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ആകെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും DNA ടെസ്റ്റും ഒക്കെ എടുത്തോണ്ട് വന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് നവ്യനെ. ഇത്രയും നാൾ ഇതൊക്കെ മറച്ചു വെച്ചതാ. നീയും നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയും കൂടെ ചേർന്നിട്ട് എന്റെ മോനെ എത്രത്തോളം കുറ്റപ്പെടുത്തി, അവനെ എത്രത്തോളം തരം താഴ്ത്തി, അവനെ എത്രത്തോളം നാണം കെടുത്തി. എന്നിട്ട് പോലും ഈ സത്യങ്ങളൊന്നും അവർ തുറന്നു പറഞ്ഞില്ല. നിന്റെയും അവന്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ അവരിതെല്ലാം പറയാതിരുത്, നിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയും ഇത് ക്ഷമിച്ച് മുന്നോട്ട് പോകാനാവില്ല. അത്രത്തോളം നീ അതിര് കടന്നു നവ്യേ. അതുകൊണ്ടാ ഈ സത്യങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത്. ഇനിയും ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല അച്ഛാ. ഇവളുടെ അഹങ്കാരത്തിനെ അറുതി വരുത്തിയേ പറ്റുള്ളൂ.
ഈ കുടുംബത്തിന് ഇത്രത്തോളം പേരുദോഷം കേൾപ്പിക്കുന്ന ഇവനെ പോലുള്ള ഒരുത്തനെ ഈ വീട്ടിൽ ഇനി തുടരാൻ സമ്മതിക്കരുത് അച്ഛാ. ഇവനെ ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ അടിച്ച് പുറത്താക്കണം എന്നൊക്കെ ദേഷ്യപ്പെട്ട് ദേവയാനി പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടെന്നൊക്കെ അറിയാതെ. എന്നിട്ട് നവ്യ പെട്ടെന്ന് തന്നെ അബിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അബി റൂമിൽ തന്നെ ഉണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഒന്നും അറിയാത്തവനെ പോലെ അകത്തന്നെ ഇരിക്കുകയാണ്. നവ്യ ദേഷ്യപ്പെട്ട് മുകളിലോട്ട് കയറി പോകുമ്പോഴേക്കും ഇനി വേറെ എന്തെങ്കിലും മരുതാത്ത സംഭവിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനി നയനും ഒക്കെ കൂടിയിട്ട് നമ്മുടെ നവ്യയുടെ പിന്നാലെ പോവുകയാണ്. ചേച്ചി അവിടെ നിൽക്ക് ചേച്ചി എന്നൊക്കെ തന്നെ പറയുക കേട്ടോ നയനയും. അപ്പോഴേക്കും അതൊന്നും കേട്ടിട്ട് വക വെക്കാതെ നവ്യ ദേഷ്യത്തിൽ തന്നെ അബിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കയറി ചെന്ന പാടെ അബി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അബിയുടെ കുത്തിന് കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എടാ അബി, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? എന്തെല്ലാം കള്ളത്തരങ്ങളാടാ നീ പറഞ്ഞത്? അപ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ അബി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ പ്രശ്നം? നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്. നേരത്തേക്ക് നവ്യ പറയുന്നുണ്ട്, എനിക്കെന്താ പറ്റിയെന്ന് നിനക്ക് അറിയണോ? അല്ലേടാ, താഴെ നിപ്പുണ്ട് ഒരുത്തി, നീ പഴപ്പിച്ചവള്. അവളുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അവളെയും കൂടെ സ്വീകരിച്ച് നീ ഇങ്ങോട്ടേക്ക് കയറ്റ്. പിന്നെ ചന്തുമോള് ആരുടെ കൊച്ചാന്നാ നീ പറഞ്ഞത്? ആദർശേട്ടന്റെ കൊച്ചാന്നല്ലേ? നാണമില്ലേടാ നിനക്ക്? സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിനക്ക് ഒരു ഉളുപ്പുമില്ലേടാ? ഇത്ര ഉളുപ്പില്ലാത്തവനാണോടാ നീ? നിന്നെ പോലുള്ള ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഒരിക്കലും ഞാൻ ഇനി നിന്റെ കൂടെ ജീവിക്കാനും പോണില്ല. നിന്നെ ഞാൻ ഇത്രത്തോളം വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. നീ നിന്റെ അമ്മയും കൂടിയിട്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുകയല്ലായിരുന്നോ? നീ നിന്റെ അമ്മയും കൂടെ പറയുന്നതെല്ലാം കേട്ട് ഞാനെല്ലാം വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇപ്പഴാ എനിക്ക് സത്യം മനസ്സിലായേ. അനഘയെ കൊല്ലാൻ നോക്കിയതും നീ തന്നെയായിരുന്നു അല്ലേ? അതുപോലെ തന്നെ അനഘയെ ചതിച്ച് അതിലുണ്ടായിരുന്നില്ലേടാ ചന്തുമോള്. ദേ ഇപ്പൊ താഴെ വേറെ ഒരാൾ വന്ന് ഇപ്പുണ്ട്. അവളെയും നീ ചതിച്ചത് തന്നെയല്ലേ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടടാ. എന്തായാലും അധിക നാളൊന്നും നിനക്കിങ്ങനെ രക്ഷപ്പെടാനാകില്ല അബി. നിന്നെ ഞാൻ പൂട്ടും, നോക്കിക്കോ. നീ ചെയ്തു കൂട്ടിയ ഈ തെറ്റുകൾക്കൊക്കെ നീ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുക. എന്തായാലും ഇനി നിന്റെ കൂടെ ഞാൻ കാണില്ല. എന്തായാലും ഇനി നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആവില്ല. എനിക്ക് എന്റെ കുഞ്ഞിനും ഇനി ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ ദേഷ്യപ്പെട്ട് പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നവ്യയുടെയും കുഞ്ഞിന്റെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകാനായിട്ട് കൊച്ചിനെയൊക്കെ എടുത്തോണ്ട് നവ്യ ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട് അബിയോട്, നീ കരുതി കൂട്ടി ഇരുന്നോടാ. നവ്യതയെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. പക്ഷെ നിന്നോടുള്ള കണക്കുകളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് തീർക്കും. അത് നീ മറക്കണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അവയാണേലും ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. താഴെ വേറൊരാളും കൂടെ വന്നിരിക്കുകയല്ലേ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു. ഇത്ര നാളും ഈ സത്യം എല്ലാവരും മറച്ചു വെച്ച് എന്നെ വെറും വിഡ്ഢിയാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് നമ്മുടെ നവ്യ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നന്ദാവനത്തിലോട്ട് പോകുന്നൊക്കെയുണ്ട്. അതേസമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും നയനയൊക്കെ കൂടിയിട്ട് ചെന്നിട്ട് നവ്യനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് അനന്തപുരിയിലോട്ട് കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ വീട്ടിലെ മരുമോളായിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അവരോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നവ്യനെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.